Hi students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നീറ്റ് മൊഡ്യൂൾ എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മൊഡ്യൂൾ 7 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇതിലെ മൊഡ്യൂൾ 7ലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, question number 1. Two long straight wires are set parallel to each other. Each carries a current in the opposite direction, and the separation between them is 2r. The intensity of the magnetic field midway between them is. ഇതിൽ പോയിന്റ് മനസ്സിലായി. കറണ്ട് പാസ് ചെയ്യപ്പെടുന്നത് ഇതിലിങ്ങനെയാണ്, ഇതിൽ ഈ ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, നമുക്കറിയാം. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ കൺസിഡർ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ വെക്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തുന്നു. അപ്പോൾ ഈ കറണ്ട് പാസ് ചെയ്യുന്നത് ഈ ഡയറക്ഷനാണ്. രണ്ടിലും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം കറണ്ട്, ഈ ക്യാരീസ് എ കറണ്ട് ഐ. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്. അപ്പോൾ ഈ കേസിൽ കറണ്ട് അപ്വേർഡ് ഡയറക്ഷനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അപ്വേർഡ് ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻ ആയിരിക്കും, ശരിയാണല്ലോ, റൈറ്റ് ഹാൻഡാണ്. ഇപ്പോൾ ഇവിടെ ഇൻ, ഇവിടെ ഔട്ട്. അപ്പോൾ ഇയാൾ കൊണ്ട്, അതായത് ഫസ്റ്റ് കണ്ടക്ടർ കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, ഈ പോയിന്റ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. നെക്സ്റ്റ് വൺ ഇയാളാണ്. ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇയാൾ ഉണ്ടാകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് പാസ് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്നാവും, ഇവിടെ ഔട്ട് ആവും, ശരിയാണല്ലോ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്നാണ്. അപ്പോൾ ഈ സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്നാണ്, ഈ സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ടാണ്. അപ്പോൾ ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഇന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഞാൻ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ടാണ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്നാണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ. ഇനി ഇവിടെ ഈ കണ്ടക്ടറിൽ, അതായത് സെക്കൻഡ് കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നത് കറണ്ട് പാസ് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ടാണ്, ഇവിടെ ഇന്നാണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ, ബി ഇൻ ബി ഇൻ. അപ്പോൾ രണ്ടുപേരും ഇൻ ഡയറക്ഷനാണ്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ആഡ് ചെയ്യാം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു B1 പ്ലസ് B2. ഓക്കെ, then what is the magnetic field due to straight conductor? B is equal to mu0 by 4 pi B1, mu0 by 4 pi 2I by, ഇവിടുത്തെ ഡിസ്റ്റൻസ് ക്വസ്റ്റനിൽ R തന്നിട്ടുണ്ട്, R is R പ്ലസ് നെക്സ്റ്റ് വൺ ഇയാൾ കൊണ്ടുണ്ടാവുന്നത് B is equal to mu0 by 4 pi 2I by R. ഇവിടുത്തെ ഡിസ്റ്റൻസ് R തന്നെയാണ്. ഈ കണ്ടക്ടറിന് ഈ പോയിന്റ് ഡിസ്റ്റൻസ് R ആണ്, ഈ കണ്ടക്ടറിന് ഇവിടുത്തെ ഡിസ്റ്റൻസ് R ആണ്. സോ B is equal to mu0 by 4 pi 2I by R plus mu0 by 4 pi 2I by R. That is equal to B is equal to 2 times into mu0 by 4 pi 2I by R. mu0 by 4 pi 2I by R. അപ്പോൾ ആൻസർ 2 to 4 കട്ട് ചെയ്തു. ആൻസർ mu0 I by pi R. mu0 I by pi R. ആൻസർ is D, mu0 I pi R. Answer is D. Okay. So question number 1 and answer D ആണ്. Next one. Question number 2. Two concentric coils of 10 turns each are placed in the same placed in the same plane. Their radii are 20 centimeter and 40 centimeter and carry 0.2 ampere and 0.3 ampere current respectively in opposite direction with a magnetic induction at the center. Two concentric coils. Each has 10 turns are placed in the same plane. The radii are 20 centimeter and 40 centimeter. ഇയാൾ റേഡിയസ് 20 ആണ്, ഇയാൾ റേഡിയസ് 40 സെന്റിമീറ്റർ ആണ്. ക്യാരിങ് കറണ്ട് 0.2 ആൻഡ് 0.3 ആംപിയർ. ഇയാൾ കറണ്ട് 0.2 ആംപിയർ ആണ്, മറ്റേ 2.3 ആംപിയർ റെസ്പെക്റ്റീവ്ലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇയാൾ എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റാണ് ഇയാളുള്ളത്. ഇയാൾ 0.2 ആംപിയർ ആണ്, ഇയാൾ 0.3 ആംപിയർ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 10 ടേൺസ് ഉണ്ട്. ഒരാളെ റേഡിയസ് 20 സെന്റിമീറ്റർ ആണ്, അയാളെ കറണ്ട് 0.2 ആംപിയർ ആണ്. മറ്റൊരാൾ റേഡിയസ് 40 സെന്റിമീറ്റർ ആണ്, അയാളെ കറണ്ട് 0.3 ആംപിയർ ആണ്. പക്ഷേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഇയാൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഞാൻ ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ ആൾ ക്ലോക്ക് വൈസ്, അതായത് ഇന്നർ സർക്കുലർ കോയിലിൻ്റെ കറണ്ട് ക്ലോക്ക് വൈസിലാണെങ്കിൽ ഔട്ടർ സർക്കിളിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസാണ് ഞാൻ അസ്യൂം ചെയ്തു. അപ്പോൾ ഷുവറായിട്ടും ക്ലോക്ക് വൈസ് ആണെങ്കിൽ സെൻട്രൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലാവും ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇപ്പോൾ ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ സെൻട്രൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക ഇൻ ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സെൻട്രൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഡയറക്ഷനാണ്. അപ്പോൾ ഒരാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആണെങ്കിൽ മറ്റൊരാൾ ഉണ്ടാക്കുക ആ പ്ലെയിനിൽ ഔട്ടാണ്. ഒരാൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, മറ്റൊരാൾ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. സോ
net magnetic field is equal to B1 minus B2. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആവശ്യമുള്ളൂ, B1 minus B2. That is equal to B1 mu 0 by 4 pi 2 pi I1 by R1. Mu 0 by 4 pi circular coil, current due to magnetic field due to circular coil at center, mu 0 by 4 pi 2 pi I by R ആണ്. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. So here B is equal to mu 0 by 4 pi 2 pi I1 by R1 ആണ് B1. Minus B2. B2 എത്രയാണ്? mu 0 by 4 pi 2 pi I2 by R2 ആണ്. mu 0 by 4 pi 2 pi I2 by R2. But coil has n turns. Coil number of turns ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും number of turns സെയിം ആണ്, 10 turns ആണ്. അപ്പോൾ ഇതിന് n turns ഉണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ മാഗ്നെറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഇതിലും n turns ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ മാഗ്നെറ്റിക് ഫീൽഡ് ഒന്നാമത്തെ ആൾ n mu 0 by 4 pi 2 pi I1 by R1 minus n mu 0 by 4 pi 2 pi I2 by R2. സോ നെറ്റ് മാഗ്നെറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, നമ്മൾ കോമൺ ആയത് പുറത്തെടുക്കുന്നു, n mu 0 into 2 pi by 4 pi into I1 by R1 minus I2 by R2. ഓക്കെ, കറക്റ്റ് ആണല്ലോ. 2 pi 4 pi കട്ട് ചെയ്യുന്നു, 2 pi 4 pi കട്ട് ചെയ്യുന്നു 2 times. സോ B ഈസ് ഈക്വൽ ടു n mu 0 by 2 into I1, n mu 0 by 2 into I1 by R1 minus I2 by R2. That is mu is equal to number of turns here, number of turns is given, that is 10 mu 0 by 2 into I1. First current I1 is 0.2 ampere, 0.2 divided by radius 20 centimeter, meter convert to 0.2 minus by I2 is 0.3 ampere, 0.3 divided by 40 centimeter, meter convert to 0.4. So that is B is equal to, ഞാൻ ബാക്കി ഇവിടെ എഴുതാം, ഈ പോയിന്റ് എഴുതുന്നു, B is equal to ഇത് 10 2 cut 5 times 5 mu 0 into 0.2 by 0.2 1 minus 1 by 1 minus 3 by 4. Sorry, 1 minus 3 by 4. 0.3 by 0.4, 3 by 4. That is equal to 5 mu 0 into 1 minus 3 by 4, that is 1 by 4. Answer 5 by 4 mu 0. Answer is 5 by 4 mu 0. Answer is equal to 5 by 4 mu 0. Okay. ഇതിൽ പോയിന്റ് മനസ്സിലായല്ലോ, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡാഷ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ സപ്പോസ് ഇയാൾ ക്ലോക്ക് വൈസിലാണെങ്കിൽ ഇയാൾ ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പോൾ ഇയാൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് സെൻട്രൽ തരും, ഇയാൾ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് തരും. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് B1 minus B2. Then what is the magnetic field due to current circular coil? Mu 0 2 pi I by mu 0 by 4 pi 2 pi I by R. But the coil has n turns, so total magnetic field is equal to n mu 0 by 4 pi 2 pi I by R. So here n mu 0 by 4 pi 2 pi I1 by R1 minus n mu 0 by 4 pi 2 pi I2 by R2. അപ്പോൾ നമ്മളത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ആൻസർ 5 by 4 mu 0 ആയിരിക്കും. ഓക്കെ, question number 3. A circular coil carrying a current produces a magnetic field B0 at its center. The coil is now rewound so as to have 3 turns and the same current is passed through it. The new magnetic field at center is. ഇവിടെ ഒരു സർക്കുലർ കോയിൽ ഉണ്ട്, അതൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് B0 അറ്റ് സെൻറ്റർ. ഒരു സർക്കുലർ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, magnetic field at center B is equal to mu 0 by 4 pi 2 pi I by R. Okay, mu 0 by 4 pi 2 pi I by R is the magnetic field at center of the circular coil. ഇതാണ് പോയിന്റ്. പിന്നീട് ഇത് നമ്പർ ഓഫ് ടേൺസ്, ഇത് വൈൻഡ് ചെയ്യുന്നു, വൈൻഡ് ചെയ്തിട്ട് എന്താക്കുന്നു, the coil is now rewound as to have 3 turns, അതിന് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യിക്കുന്നു. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താവും, ഒരു കോയിൽ നമ്മൾ റിവൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഷുവറായിട്ട് അതിൻ്റെ റേഡിയസ് കുറയും, ശരിയല്ല? ഇങ്ങനെ ഒരു കോയിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിവൈൻഡ് ചെയ്യുന്നത് എന്താവും, അതിന് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റേഡിയസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? n ആണ്. ഞാൻ പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഈസ് n. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റേഡിയസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ലെങ്ത് പറയുക, ടോട്ടൽ എത്രയാണ്? 2 pi r ആണ് ഉള്ളത്. 2 pi r ഈസ് ഈക്വൽ ടു അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആകുമ്പോൾ n 2 pi r ഡാഷ് ആവും, എൻ്റെ റേഡിയസ് n 2 pi r ഡാഷ്. സോ
R is equal to N R dash. So R dash is equal to R by N. അപ്പോൾ അതിൻ്റെ പുതിയ ആ സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് എത്രയും മാറി, R by N ആയിട്ട് മാറി. R dash is equal to R by N. അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? N. R by N and number of turns is N. Then magnetic field due to B is equal to number of turns ഉണ്ടെങ്കിൽ B dash is equal to mu 0 by 4 pi 2 B dash equal mu 0 by 4 pi 2 pi I by R dash. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ് മാറുന്നുണ്ട്. അപ്പോൾ ബി ഡാഷ് എൻ മ്യൂ 0 by 4 pi 2 pi I by R dash. അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോയിൽ, ഒരു സിംഗിൾ കോയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സിംഗിൾ കോയിൽ അതിൽ n ടേൺസ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ, n ടേൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുകയും റേഡിയസ് ഡിക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് n ആണ്, റേഡിയസ് R by N ആയി മാറും. അപ്പോൾ ഞാൻ മാറ്റുന്നു, ഇതിൽ R ആണ്, സോറി മ്യൂ 0 by 4 pi 2 pi I by R ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇങ്ങനെ B dash is equal to N mu 0 by 4 pi 2 pi I by R dash. That is B dash is equal to N mu 0 by 4 pi 2 pi I by R by N ആയി മാറും. Because R dash is equal to R by N ആണ്. കാരണം അതിന് റേഡിയസ് ഡിക്രീസ് ചെയ്യും, n ടൈംസ് ഡിക്രീസ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റേഡിയസ് ഡിക്രീസസ് n ടൈംസ്. അപ്പോൾ ഇവിടെ R by N ആയി. അപ്പോൾ ഈ n ടോപ്പിലേക്ക് വരുമ്പോൾ എത്രയും മാറി, n സ്ക്വയർ mu 0 by 4 pi n സ്ക്വയർ mu 0 by 4 pi 2 pi I by R ആയി മാറി. ഓക്കെ, അപ്പോൾ mu 0 by 4 pi 2 pi I R ആണ് B. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ B. അപ്പോൾ ഒരു കോയിൽ കറണ്ട് പാസ് ചെയ്യപ്പെടുന്നുണ്ട്, പിന്നീട് ആ കോയിൽ നമ്മൾ റീബൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റേഡിയസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബി ഡാഷ് ഈസ് ഈക്വൽ ടു എത്രയാണ്, എൻ സ്ക്വയർ ബി ആയി മാറും. ബി ഡാഷ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബി. ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് 3 ടൈംസ് ആണ്, 3 ടേൺസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ടേംസ് ആണ് ഉണ്ടാക്കുന്നത് ഈ കേസിൽ. സോ എൻ ഈസ് ഈക്വൽ ടു 3. ദർഫോർ ബി ഡാഷ് ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 9b. So B dash is equal to 9b. So answer is B. Question number 4. A long solenoid has 200 turns per centimeter and carries a current I. The magnetic field at center is 6.28 into 10 raised to minus 2 Weber per meter square. Another long solenoid has 100 turns per centimeter and it carries current I by 3. The value of the magnetic field at its center is. ഇവിടെ ഒരു കമ്പാരിസൺ തന്നെയാണ് വരുന്നത്. ഒരു ലോങ് സോളിനോയിഡ് 100 ടേൺസ് പെർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, കാരണം ഇയാളും 100 ടേൺസ് പെർ സെൻറ്റിമീറ്റർ ആണ്, ഇയാളും 100 ടേൺസ് പെർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, കമ്പാരിസൺ ആണ് വരുന്നത്. സോ വാട്ട് ഇസ് ദ മാഗ്നെറ്റിക് ഫീൽഡ് at center of the solenoid? B is equal to mu 0 Ni. N is the number of turns per unit length. B is equal to mu 0 Ni. ഇവിടെ രണ്ട് കേസാണ്. ഈ രണ്ട് കേസിൽ ഇവിടെ നമ്പർ ഓഫ് ടേൺസും ചേഞ്ച് ചെയ്യുന്നുണ്ട്, കറണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ B1 ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം mu 0 N1 I1 and B2 ഈസ് ഈക്വൽ ടു mu 0 N2 I2. Therefore B2 by B1 is equal to, നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് 1/2 or 2/1. B2 by B1 is equal to mu 0 N1 I1 divided by mu 0 N2 I2. നമ്മൾ രണ്ടുപേരും കമ്പയർ ചെയ്തു. So B1 by B2 is equal to, B2 by B1 is equal to N2 I2 divided by N1 I1. ഇപ്പോൾ രണ്ട് മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യുന്നു. B2 by B1 is equal to N2 I2 divided by N1 I1. So that is equal to B2 divided by B1. B1 is given 6.28 into 10 raised to minus 2 is equal to N2. Second is the number of turns, second solenoid number of turns 100 ആണ്. 100 into I2, അതിൻ്റെ കറണ്ട് I/3 ആണ്. I/3 divided by ഫസ്റ്റ് സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് 200 ആണ്. 200 into അതിൻ്റെ കറണ്ട് I ആണ്. I
Okay, that is equal to I cut it away. That is equal to 100 divided by 600. That's equal to 1 by 6. Therefore, B2 is equal to 6.28 into 10 raised to minus 2 divided by 6. That is nearly 1.05 into 10 raised to minus 2. 1.05 into 10 raised to minus 2 Weber per meter square. So, answer is A. Next one, question number 5. A cell is connected between the points A and C of a circular conductor ABCD with O as center and angle AOC is equal to 60 degree. If B1 and B2 are the magnitudes of the magnetic field at O due to the current in ABC and ADC respectively, then the ratio of B1 by B2 is. ഇപ്പോൾ ഇവിടെ ഒരു കോയിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷുവറായിട്ട് ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു കറണ്ട് ഇങ്ങോട്ടും ഒരു കറണ്ട് ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും. ശരിയാണല്ലോ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് സെല്ല് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഈ ഡയറക്ഷൻ കറണ്ട് ഫ്ലോ ചെയ്യപ്പെടും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, ഇഫ് B1 ആൻഡ് B2 ആർ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് O ഡ്യൂ ടു ABC. അപ്പോൾ ABC എന്നുള്ള പാർട്ട് ഇതാണ് ABC എന്നുള്ള പാർട്ട്. ABC എന്നുള്ള പാർട്ട് ഇതാണ്. അതിനെ ട്രേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന ആംഗിൾ, ആ കറണ്ട് എലിമെന്റിനെ കവർ ചെയ്യുന്ന ആംഗിൾ ഇവിടെ പറയുന്നുണ്ട്. ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ് ഈ ആംഗിൾ. അപ്പോൾ അതിനെ കവർ ചെയ്യുന്ന ആംഗിൾ എത്രയാണ് നമുക്ക് മനസ്സിലായി. എത്രയാണ്? 360 മൈനസ് 60 ആണ്. അതിനെ കവർ ചെയ്യുന്ന ആംഗിൾ 360 മൈനസ് 60 ആണ്. അപ്പോൾ കറണ്ട് എലിമെന്റിനെ കവർ ചെയ്യുന്ന ആംഗിൾ മനസ്സിലായി. 360 മൈനസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ആണ്. ടോട്ടൽ 360 ആണല്ലോ. അപ്പോൾ ഈ കവർ ചെയ്യുന്ന ആംഗിൾ 360 ആണ്. അപ്പോൾ ഇതിനുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. അറ്റ് സെൻറ്റർ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ ദാറ്റ് ഈസ് B1 ഈസ് ഈക്വൽ ടു μ0 ബൈ 4 പൈ തീറ്റ I ബൈ R ആണ്. നിങ്ങൾക്ക് അറിയുന്നതാണ്. μ0 ബൈ 4 പൈ തീറ്റ I ബൈ R. ഓക്കെ അല്ലേ? ഒരു സർക്കുലർ കോയിലിൽ അറിയാം B0 ബൈ 4 പൈ 2 പൈ I ബൈ R ആണ്. 360 ആണ് സർക്കുലർ കോയിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ μ0 ബൈ 4 പൈ 2 പൈ I ബൈ R. ഇവിടെ തീറ്റ ആംഗിളാണ് കറണ്ട് എലിമെന്റ്. ഈ കറണ്ട് എലിമെന്റ് കവർ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ഈ ആംഗിളാണ്. അത് ആ ആംഗിൾ ഞാൻ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. തീറ്റ I ബൈ R ആണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഈ കറണ്ട് എലിമെൻ്റ് ആണ് ഇവിടെയുള്ളത്. ഈ പാർട്ട് കവർ ചെയ്യുന്നത്. ഈ പാർട്ട് കവർ ചെയ്യുന്നത് ഇതാണ് പോയിന്റ്. ഈ പാർട്ട് കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിനെ കവർ ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് B1 ഈസ് μ0 ബൈ 4 പൈ തീറ്റ 1 I ബൈ R ആണ്. μ0 ബൈ 4 തീറ്റ I1 ബൈ R. ഇവിടെ ട്രേസ് ചെയ്യുന്ന ആംഗിൾ μ0 ബൈ 4 പൈ തീറ്റ 2 I ബൈ R. μ0 ബൈ 4 പൈ തീറ്റ 2 I ബൈ R. എത്രയാണ് കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നത് ഇതിൽ ഫിഗറിൽ? Okay, theta 2 I by R. Therefore, B1 by B2 is equal to theta 1 by theta 2. B1 by B2 is equal to theta 2 by theta 1. That is equal to theta 1 300 divided by 60. The conversion of the angle is only degree then convert 300 by 60, that is equal to 5. Therefore, B1 is equal to B1 by B2 is equal to 5. Answer is C. B1 by B2 is equal to 5. Question number 6. A proton is moving in a uniform magnetic field B in a
circular path of radius A in a direction perpendicular to Z axis along which field B exists. Calculate the angular momentum if the radius A and charge on proton is E. For a proton moving in a uniform magnetic field B in a circular path of radius. A charged particle moves through a uniform magnetic field in circular path, then it provides centripetal force, that is mv square by r is equal to bqv. mv square by r is equal to bqv. V cut ചെയ്യുന്നു, then mv by r is equal to bq. നമ്മൾ കണ്ടിട്ടുണ്ട് ആംഗുലർ മൊമെന്റം ആണ്. വാട്ട് ഈസ് ആംഗുലർ മൊമെന്റം? ആംഗുലർ മൊമെന്റം L is equal to mvr. L is equal to mvr. അപ്പോൾ ഞാനിവിടെ mv കൊടുത്തു. mv is equal to bq into r. അപ്പോൾ എനിക്ക് mvr ആണ് കിട്ടേണ്ടത് ഇവിടെ r. അപ്പോൾ ഞാൻ അതുകൊണ്ട് LHS ഉം RHS ഉം r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Then mvr is equal to bqr into r. So mvr is angular momentum. So angular momentum L is equal to bq into r square. Angular momentum L is equal to bq into r square. That is L is equal to b into charge of proton is E, q is E, and radius of the path is A. So answer BEA square. So angular momentum L is equal to BEA square. BEA square. Answer is C. Question number 7. A straight strip has a magnetic moment M. If bent as a semicircle, the magnetic moment of the strip will be. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് സ്ട്രിപ്പ് ഉണ്ട്. ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്. വാട്ട് ഈസ് മാഗ്നറ്റിക് മൊമെൻറ്റ്? മാഗ്നറ്റിക് മൊമെൻറ്റ് M ഈസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ഓഫ് ദി മാഗ്നറ്റ്. ഇയാളുടെ ലെങ്ത് ഞാൻ L ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് M ഈസ് ഈക്വൽ ടു M ഇൻറ്റു L. പിന്നീട് അത് സെമി സർക്കുലർ ആയിട്ട് ബെൻഡ് ചെയ്യുന്നു, ഇങ്ങനെ മാറ്റുന്നു. Then L be the distance between the poles. ഇപ്പോൾ ഇങ്ങനെ മാറുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, L dash. So here magnetic moment is equal to M into L dash. What is length? L is the length distance between the poles. അപ്പോൾ ഇവിടെ distance between the poles ബെൻഡ് ചെയ്യുന്നു, between the pole is L dash. അപ്പോൾ നമ്മൾ L dash കണ്ടെത്തണം. അപ്പോൾ ഇതിനിങ്ങനെ ബെൻഡ് ചെയ്യുന്നു, ഒരു സെമി സർക്കുലർ മാറ്റുമ്പോൾ നമുക്കറിയാം ലെങ്ത് ഈസ് ഈക്വൽ ടു പൈ ആർ. L is equal to pi r, then r is equal to L by pi. അപ്പോൾ ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് മനസ്സിലായി, എത്രയാണ്? L by pi ആണ്. അപ്പോൾ ലെങ്ത് എത്രയാണെന്ന് മനസ്സിലായി. ലെങ്ത് L dash is equal to 2r ആണ്. ശരിയാണല്ലോ. ഇതൊരു സെമി സർക്കിളായിട്ട് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോൾസ്, പോളുകളുടെ ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലായി L dash ആണ്. ദാറ്റ് L dash is equal to 2r. L dash is equal to 2r. That is equal to 2 into L by pi. R is equal to L by pi. So L dash is equal to 2 into L by pi. Therefore, magnetic moment M is equal to magnetic moment M dash is equal to M into L dash. That is equal to M into 2L by pi. So here M into L is magnetic. M into L is equal to M. Therefore, M dash is equal to 2m by pi. So M into L is equal to M. So M dash is equal to 2m by pi. Answer is A. M dash is equal to 2m by pi. Okay. Question number 8. A magnet of length 14 centimeter and magnetic moment M is broken into two parts of length 6 centimeter and 8 centimeter. They are put at right angle to each other with the opposite poles together. The magnetic moment of the combination is. A magnet of length 40 centimeter and magnetic moment M is broken into two parts of length 6 centimeter and 8 centimeter. They are put in right angle to each other. ഈ magnetic moment is M. Length 40 centimeter. So here magnetic moment M is equal to pole strength M into length L is 14 centimeter. ഞാൻ തൽക്കാലം 40 centimeter തന്നെ പറയുന്നു, 14 centimeter. So magnetic moment M is equal to M into 14 centimeter. Equation number 1. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? It's broken into two parts of length 6 centimeter and 8 centimeter. 6 centimeter 8 centimeter രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിനെ
കട്ട് ചെയ്തപ്പോൾ ഇത് 6 സെൻറ്റിമീറ്ററായി, മറ്റൊരാൾ 8 സെൻറ്റിമീറ്ററാക്കി മാറ്റി. Then put it to right angle to each other. ഇപ്പോൾ രണ്ടുപേരും റൈറ്റ് ആംഗിൾ ആയിരിക്കും. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് എ വെക്ടർ. ഇപ്പോൾ രണ്ടുപേരുണ്ട്. ഇയാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് M1, ഇയാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് M2. ദെൻ റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M1 സ്ക്വയർ പ്ലസ് M2 സ്ക്വയർ. റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M1 സ്ക്വയർ പ്ലസ് M2 സ്ക്വയർ. സോ M1 ഈസ് ഈക്വൽ ടു, ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്താണ്? M1 ഈസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് ഇൻറ്റു, അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പോൾ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യുന്നില്ല, പോൾ സ്ട്രെങ്ത് M ഇൻറ്റു ലെങ്ത് ഈസ് 6 സെൻറ്റിമീറ്റർ. ഇയാളത് M ഇൻറ്റു 6 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് M2 ഈസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് M ഇൻറ്റു 8 സെൻറ്റിമീറ്റർ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പോൾ സ്ട്രെങ്ത് മാറുന്നില്ല, പോൾ സ്ട്രെങ്ത് M ആണ്, ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ ഇയാളത് M1 M ഇൻറ്റു 6 സെൻറ്റിമീറ്ററും M2 M ഇൻറ്റു 8 സെൻറ്റിമീറ്ററും ആണ്. സോ M ഡാഷ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് M1 സ്ക്വയർ പ്ലസ് M2 സ്ക്വയർ. ദാറ്റ് ഈസ് M ഇൻറ്റു 6 all square plus M into 8 square. M into 8 square. That is equal to M into 6 all square plus M into 8 all square. M into 8 all square ആണ്. അപ്പോൾ ഇവിടെ M സ്ക്വയർ പുറത്തെടുക്കുക. M സ്ക്വയർ റൂട്ട് പുറത്തെടുക്കുക M ആയി. M into root of 6 square plus 8 square. That is equal to M into 10. So M dash is equal to, resultant M dash is equal to M into root of 6 square plus 8 square, that is equal to 100, that is equal to 10. Okay, M into 10 centimeter. So M is equal to M into 14 centimeter and M dash is equal to M into 10 centimeter. Therefore, M dash by M is equal to, M dash എത്രയാണ്? M into 10 ആണ്. M into 10 divided by M into 14 ആണ്. M into 14. So M dash is equal to, M cancel ചെയ്ത് പോയി. M dash is equal to M into 10 by 14. That's equal to M divided by 1.4. The answer is C. M divided by 1.4. Okay. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഒരാൾ 6 ആണ്, ഒരാൾ 8 ആണ്. പിന്നീട് അത് പെർപെൻഡിക്കുലറായിട്ടാണ് വെക്കുന്നത്. പെർപെൻഡിക്കുലറായിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് എ വെക്ടർ. സോ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് M1 സ്ക്വയർ പ്ലസ് M2 സ്ക്വയർ. ഫസ്റ്റ് കേസിൽ അയാളെ പോൾ സ്ട്രെങ്ത് M ആണ്, ഡിസ്റ്റൻസ് 6 ആണ്. സോ M ഇൻറ്റു 6 ഓൾ സ്ക്വയർ പ്ലസ് M ഇൻറ്റു 8 ഓൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ M ഇൻറ്റു 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ M ഇൻറ്റു 10. സോ M ഡാഷ് ഈസ് ഈക്വൽ M ഇൻറ്റു 10. Then M dash by M is equal to M into 10 by M into 14. That is equal to M by 1.4. Question number 9. A current carrying small loop behaves like a small magnet. If A be its area and M its length, magnetic moment, then current in the loop is. In case of current, magnetic moment M is equal to I into A. So current I is equal to M by A. So answer is A. Current I is equal to M by A. Question number 10. The effect due to the uniform magnetic field on a freely suspended magnetic needle is a magnet placed in uniform magnetic field produce only torque. Total force is equal to 0. It produce only torque. So a magnet placed in uniform magnetic field produce only torque, and torque is present but net force is equal to 0. Answer is B. Torque is present but no net force. Question number 11. A dip circle is so that its needle moves freely in the magnetic meridian in the position the angle of dip is 40. Now the dip circle is rotated so that the plane which the needle moves makes an angle 30 degree with the magnetic meridian. 30 degree with the magnetic meridian. In the position the needle will dip by an angle. ഇവിടെ ട്രൂ ഡിപ്പാണ് പറയുന്നത്. ട്രൂ ഡിപ്പ് എത്രയാണ്? 40 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പാരന്റ് ഡിപ്പ് ആൻഡ് ആംഗിൾ പറയുന്നത് 30 ഡിഗ്രി ആണ്. അപ്പോൾ ട്രൂ ഡിപ്പ് ഈസ് 40. വാട്ട് ഈസ് ഡിപ്പ്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു BV by BH. Theta is called angle of dip. Tan theta is equal to BV by BH. First case, tan theta is equal to BV by BH. പിന്നീട് എന്ത് ചെയ്യുന്നു? Now the dip circle is rotated. Dip circle rotated so that the plane which the needle moves make an angle 30 degree with the magnetic meridian.
ഇപ്പം മാഗ്നറ്റിക് മെറീഡിയനിലാകുമ്പോൾ ബി വി തന്നെയാണ്, ബട്ട് ബി എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു ബി വി തന്നെയാണ്. ബി എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു ബി എച്ച് കോസ് 30. BH dash is equal to BH cos 30. So tan theta dash is equal to BB dash by BH dash. So tan theta dash is equal to BB dash is BV and BH dash is BH cos 30. For tan theta dash is equal to BV by BH is tan theta divided by cos 30. That is tan theta dash is equal to tan theta into cos 30. Cos 30 is root 3 by 2. That is equal to 2 tan theta by root 3. So tan theta dash is equal to 2 tan theta by root 3. Therefore, theta dash is equal to tan inverse tan theta into 2 by root 3. So theta dash is equal to tan theta into tan inverse 2 by root 3. ഞാൻ ഇവിടെ എഴുതാം. Theta dash is equal to tan inverse tan theta into 2 by root 3. Therefore, theta dash is equal to tan theta into tan inverse 2 by root 3. That means theta dash is greater than 40 degree. True dependent tan theta 40 ആണ്. Tan theta is 40 degree. Tan theta into tan inverse 2 by root 3 theta dash. So theta dash is greater than 40. So answer is more than 40. Answer is C. Question number 12. A bar magnet of moment of inertia 49 into 10 raised to minus 2 kilogram per meter square vibrate in a magnetic field of induction 0.5 into 10 raised to minus 4 Tesla. The time period of vibration is 8.8 seconds. The magnetic moment of the bar magnet is. So time period of the vibration, vibrating in magnetic field induction, time period of the vibration T is equal to 2 point root of I by MB. Equation അറിയാം നിങ്ങൾക്ക്. Time period is equal to time period of the vibration is equal to 2 pi T is equal to 2 point root of I by MB. I is the moment of inertia and M magnetic moment and B is the magnetic field. So here moment of inertia is given 49 to 10 raised to minus 2 and magnetic induction is 0.5 into 10 raised to minus 4 Tesla. Time period of vibration is 8.8 seconds. So 8.8 is equal to 2 point root of I. Moment of inertia 49 into 10 raised to minus 2 divided by magnetic field induction 0.5 into 10 raised to minus M into 0.5 into 10 raised to minus 4. Square in സമയത്ത് 8.8 square is equal to 4 pi square into 49 into 10 raised to minus 2 divided by M into 0.5 into 10 raised to minus 4. So M is equal to 4 pi square into 49 into 10 raised to minus 2 divided by 8.8 square into 0.5 into 10 raised to minus 4. That is M is equal to nearly 5,000 m square. You can calculate here. Answer M is equal to m square.
Question number 13. A long magnet is cut into two equal parts such that the length of each half is same as that of the original magnet. The period of original magnet is T. The period of new magnet is. So time period is equal to 2 point root of I by MB. The two equal parts ആയിട്ട് കട്ട് ചെയ്യുന്നു. Length of each half is same as that of the original magnet. ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത് M/2 ആയിട്ട് മാറുന്നു. ലെങ്ത് ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. ലെങ്ത് ഈസ് L, മാസ് ഈസ് M/2. അപ്പം ഇതിൻ്റെ മാസ് M/2 ആയി മാറുന്നു. പോൾ സ്ട്രെങ്ത് മാസ് ബൈ 2 ആയി മാറുന്നു. പോൾ സ്ട്രെങ്ത് ഹാഫ് ആയി മാറുന്നു. M/2 ആയി മാറുന്നു. Then time period of the new magnet T dash is equal to 2 point root of I. Moment of inertia of the bar magnet ml square by 12. അതിൻ്റെ മാസ് അപ്പം ഞാൻ I dash വരെ കണ്ടെത്താം. I dash is equal to moment of inertia is equal to m dash L dash square by 12. So I dash is equal to m dash is M/2, mass by 2, M/2 into length change in the ml square by 12. So that is equal to I/2. So moment of inertia I dash is equal to I/2. Moment of inertia ml square by 12 ആണ്. mass half ആവുന്നു. So moment of inertia is equal to I/2. And magnetic moment M is equal to pole strength M/2, length change ഇതിൽ M/2. So m into L/2 that is equal to m dash is equal to M/2. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനീഷ്യ ഹാഫായി മാറുന്നു. മാഗ്നറ്റിക് മൊമെൻറ്റും ഹാഫായി മാറുന്നു. Therefore new time period is equal to 2 point root of I dash by m dash b. So that is T dash is equal to 2 point root of I/2 by M/2 into b. By 2 cancel ചെയ്തു. That is equal to 2 point root of I by MB. Therefore T dash is equal to T. Answer A. T dash is equal to T. Question number 14. There is a uniform magnetic field directed perpendicular and into the plane of the paper. An irregular shaped conducting loop is slowly changing into a circular loop in the plane of the paper. Then current is induced in the loop in the anti-clockwise direction. Current is induced in the loop in the clockwise direction. AC is induced in the loop. No current is induced in the loop. There is a uniform magnetic field directed perpendicular and into the plane of the paper. An irregular shaped conducting loop is slowly changing into a circular loop. ഇങ്ങനെ ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ഒരു ലൂപ്പ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്നു. പിന്നീട് ഇത് സർക്കുലർ ഷേപ്പായി മാറുന്നു. സർക്കുലർ ഷേപ്പായി മാറുമ്പോൾ ഷുവറായിട്ടും ഇതിൻ്റെ ഏരിയ സർക്കുലർ ഷേപ്പായി മാറുന്നു. ഏരിയ ഇൻക്രീസ് ചെയ്യും. There is a uniform magnetic field is into the plane of the paper. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് into the plane of the paper ആണ്. into the plane of the paper. ഇത് പതിയെ സർക്കുലർ ലൂപ്പായി മാറുന്ന സമയത്ത് അതിൽ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഫ്ലക്സ് ഇൻക്രീസസ്. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് വരും? അത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. സോ ഇൻക്രീസിങ് ഫ്ലക്സ് ഒപ്പോസസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഡിക്രീസിങ് ഫ്ലക്സ് സപ്പോർട്ട് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നു. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആണ്. സോ
അതൊരു ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് തരണം. ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് തരണമെങ്കിൽ അതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. സോ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് തരുമ്പോൾ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് തരേണ്ടത്. സോ ദ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി ലൂപ്പ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു ഇറഗുലർ ഷേപ്പിലാണ് ഉള്ളത്. ഇപ്പോൾ ഇറഗുലർ ഷേപ്പായി മാറുന്നു. അപ്പോൾ അത് ഗിവൺ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കണം. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇൻ ടു ദി പ്ലെയിൻ, ഇൻ. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് ലെൻസസ് ലോ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഇവിടെ ഉണ്ടാക്കുന്ന ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് അത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യും. ഫ്ലക്സ് ഡിക്രീസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഇതൊരു സർക്കുലർ ലൂപ്പായിട്ട് മാറുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോൾ അത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസ് എന്ന് പറയുമ്പോൾ ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ഔട്ടാണ്. അപ്പോൾ ഒരു ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് തരണമെങ്കിൽ അതിൽ ഫ്ലോ ചെയ്യേണ്ട കറണ്ട് എന്തായിരിക്കണം, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. സോ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഗിവ്സ് ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ്, ക്ലോക്ക് വൈസ് കറണ്ട് ഗിവ്സ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് തരും, ക്ലോക്ക് വൈസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് തരും. കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആണുള്ളത്. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് സർക്കുലർ ഫോമിലേക്ക് മാറുമ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ഔട്ട് ഗിവ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട്. സോ current induced in the loop is anti-clockwise. Answer is A. Question number 15. Near a circular loop of conducting wire as shown in figure, an electron moves along a straight line. The direction of the induced current, if any, in the loop is. ഇതിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് തോന്നുന്നു, ഇങ്ങനെ അസ്യൂം ചെയ്യാം നമുക്ക്. ഈ ഡയറക്ഷനാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക്, ഈ ലൂപ്പിലേക്ക് ഇതുവഴി ഒരു ഇലക്ട്രോൺ എൻട്രി ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു സർക്കുലർ ലൂപ്പാണ്. ഈ ഡയറക്ഷൻ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങോട്ടായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ ഈ ഡയറക്ഷനാണ് മൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് നേരെ ഓപ്പോസിറ്റായി മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺ, മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോൺ. ഇപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, എക്സാമ്പിളായിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ കറണ്ട് മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്, ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ കറണ്ട് ഈ ഡയറക്ഷനാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് തരും. ശരിയാണല്ലോ, കറണ്ട് ഈ ഡയറക്ഷനാകുമ്പോൾ ഇവിടെ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ തരുന്നത് ഔട്ട് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്രീസിങ് ആണെങ്കിൽ, ഒരു ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിനെ അത് ഒപ്പോസ് ചെയ്യണം. ഡിക്രീസിങ് ആണ് അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോൺ അടുത്തേക്ക് വരുന്ന സമയത്ത് അത് ഇതിൻ്റെ അടുത്തേക്ക്, ഈ പോയിന്റ് വരെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യപ്പെടും. ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻക്രീസസ്. അപ്പോൾ ഇതുവരെ, അപ്പോൾ ഞാൻ പറയുന്നത് ഈ പോയിന്റ് എ മുതൽ ബി വരെയുള്ള പോയിന്റ്, എ ടു ബി വരെ ഇലക്ട്രോൺ മൂവ് ചെയ്ത് വരുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻക്രീസസ്. കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. കറണ്ട് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഉറപ്പായിട്ടും അതെന്ത് ചെയ്യണം, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യണം. അപ്പോൾ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഷുവറായിട്ടും ഔട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഇൻ ആണ്. സോ ഡയറക്ഷൻ ഇൻ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറണ്ട്. സോ ഇൻ ആണെങ്കിൽ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ക്ലോക്ക് വൈസ് ആയിരിക്കും. ശരിയാണല്ലോ, ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. എന്തുകൊണ്ടാണ് മനസ്സിലായി? ആദ്യം നമ്മൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. ആ ഡയറക്ഷൻ നോക്കി നമ്മൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തി. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ടാണ്. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഷുവറായിട്ടും ഇവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷനാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷനാണ് ഞാൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻക്രീസസ്. കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. ചേഞ്ച് ഇൻ ഫ്ലക്സ് അതിലൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എപ്പോഴും ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യണം. അപ്പോൾ ഔട്ടിൻ്റെ ഓപ്പോസിറ്റ് ഇന്നാണ്. അപ്പോൾ ഇന്ന് മാഗ്നറ്റിക് ഫീൽഡ് തരണമെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഫ്ലോ ചെയ്യേണ്ട കറണ്ട് ക്ലോക്ക് വൈസിലായിരിക്കണം. പിൻ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ആദ്യം ഇതിൽ ക്ലോക്ക് വൈസ് കറണ്ട് ഫ്ലോ ചെയ്യും. പിന്നീട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ബിയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യും.
എയിൽ നിന്ന് ബി വരെ മൂവ് ചെയ്തു, ബി ടു സി. പിന്നെ ഇലക്ട്രോൺ മൂവ് അവേ ആണ്. ഇപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ വരുമ്പോൾ ഈ ഡിവൈസിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഈ ലൂപ്പിനെ സംബന്ധിച്ചിട്ട് ആദ്യം എന്ത് ചെയ്യും? കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. പിന്നീട് കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ശരിയാണല്ലോ, കാരണം ഇലക്ട്രോൺ മൂവ് അവേ ആണ്. പിന്നീട് ബി ടു സി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അകന്നു പോയെന്ന്. അകന്നു പോകുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഡിക്രീസസ്. ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ ഷുവറായിട്ടും ഇവിടെ ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് എക്സ്റ്റേണൽ മാഗ്നെറ്റിക് ഫീൽഡ് അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഔട്ട് മീൻസ് ഔട്ട് ഈസ് ഈക്വൽ ടു ഔട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഔട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഫ്ലോ ചെയ്യണം. അപ്പോൾ അവിടെ ആ സമയത്ത് ഉണ്ടാക്കുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ക്ലോക്ക് വൈസ് കറണ്ട് ആയിരിക്കും, പിന്നെ ഇതിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ആയിരിക്കും. ഫസ്റ്റ് ക്ലോക്ക് വൈസ് ദെൻ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതാണ് നമ്മളെ പോയിന്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് വേരിയബിൾ, വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് കേസ് എന്താണ് ഞാൻ പറഞ്ഞു? ക്ലോക്ക് വൈസ് ആണ്, പിന്നീട് അത് ആൻറ്റി ക്ലോക്ക് വൈസ് മാറും. ദാറ്റ് മീൻസ് കറണ്ട് ഈസ് വേരിയബിൾ. Question number 16. A rectangular loop of side 10 cm and 5 cm with a cut is stationary between the pole pieces of an electromagnet. The magnetic field of the magnet is normal to the loop. The current feeding to the electromagnet is reduced so that the magnetic field decreases from its initial value 0.3 Tesla at the rate of 0.02 ohm. If the cut is joined and loop resistance 2 ohm, the power dissipated by the loop as heat. ഇവിടെ ചെറിയൊരു ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നത്. എ റെക്ടാങ്കുലർ ലൂപ്പ് ഓഫ് സൈഡ് 10 cm and 5 cm with a cut is stationary between the pole pieces of electromagnet. The magnetic field of the magnet is normal to the loop. The current feeding electromagnet is reduced so that the field decreases from its initial value 0.3 Tesla at the rate of. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റേറ്റ് ആണ് പറയുന്നത്. ബട്ട് റേറ്റ് ഓഫ് ഇത് മാറ്റിയാൽ മതി. ഈ പോയിന്റ് 0.02 ടെസ്ല പെർ സെക്കൻഡ് ആയിരിക്കും. അത് 0.02 ടെസ്ല പെർ സെക്കൻഡ് ആയി ക്വസ്റ്റ്യൻ മാറ്റുക. അറ്റ് ദ റേറ്റ് ഓഫ് 0.02 ടെസ്ല പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ യൂണിറ്റിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓം അല്ല, 0.02 ടെസ്ല പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ കട്ട് ഈസ് ജോയിൻ ആൻഡ് ദ ലൂപ്പ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 2 ohm. ദ പവർ dissipated by the loop as a heat is. അപ്പോൾ നമുക്കിവിടെ പവറാണ് കണ്ടെത്തേണ്ടത്. സോ പവർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ ആർ. ഈ ഇൻഡ്യൂസ്ഡ് EMF വോൾട്ടേജ് പവർ ഈസ് ഈക്വൽ ബി സ്ക്വയർ ബൈ ആർ. സോ ഈ പവർ ഈസ് ഈക്വൽ ഇ സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഷുവറായിട്ടും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, അപ്പോൾ ഷുവറായിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. സോ പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഓർ ഇ സ്ക്വയർ ബൈ ആർ. അപ്പോൾ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്തണം. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d5 by dt. Magnitude of the induced EMF is equal to d5 by dt. That is equal to phi d of BA by dt. Flux is equal to BA. Phi is equal to BA. That is equal to d of BA by dt. That is equal to A dB by dt. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചേഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് A കോൺസ്റ്റന്റ് ആണ് പുറത്തെടുത്ത്. ഏരിയ കോൺസ്റ്റന്റ് ആണ് A dB by dt. So induced EMF is equal to A dB by dt. Area is given. Area is equal to rectangular loop of side 10 cm and 5 cm. So area is equal to 10 into 5 into 10 raised to minus 4. സെൻറ്റിമീറ്ററിലുള്ളത് ഞാൻ മാറ്റി കൺവേർട്ട് ചെയ്ത് മീറ്ററിലേക്ക് മാറ്റി. സോ 10 into 5 into 10 raised to minus 4 ഏരിയ into dB by dt. മാഗ്നറ്റിക് ഫീൽഡിന്റെ റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.02 ടെസ്ല പെർ സെക്കൻഡ്. ടെസ്ല പെർ സെക്കൻഡ് മീൻസ് dB by dt ആണ്. So dB by dt is 0.02. Therefore induced EMF is equal to 0.02 into 10 into 5. 50 into 200, that is equal to 10 raised to minus 4. 100 in 50, 50 into 200, 100.0, 100, 10 raised to minus 4. So power is equal to 10 raised to minus 4 all square divided by resistance. Resistance is given 2 ohm. That is power is equal to 10 raised to minus 8 by 2 or 10 by 2 into 10 raised to minus 9. That is equal to 5 into 10 raised to minus 9. That is 5 nanowatt. Answer is A. Question number 17. A current passing through a coil of self-inductance 2 millihenry changes at the rate of 2 milliampere per second. ഇവിടെ ആംപിയർ പെർ സെക്കൻഡ് പറയുമ്പോൾ മനസ്സിലായി ഇത് di by dt ആണ്.
So here di by dt is equal to 20 milliampere per second, 20 into 10 raised to minus 3 ampere per second, di by dt. Then induced EMF is equal to L di by dt. Magnitude of induced EMF is equal to L di by dt. That is, induced EMF is equal to L is 2 millihenry, 2 into 10 raised to minus 3 into di by dt is equal to 20 into 10 raised to minus 3. That is equal to 40 into 10 raised to minus 6. That is equal to 40 microvolt. Answer is B, 40 microvolt. Question number 18. If a coil of 40 turns and area 4 centimeter square is suddenly removed from a magnetic field, it is observed that the charge of 2 into 10 raised to minus 4 coulomb flows into the coil. The resistance of the coil is 80. The magnetic flux density is in Weber is. So, the magnetic flux density means magnetic field. Magnetic flux density, magnetic field ആണ് കണ്ടെത്തേണ്ടത്. Coil has 40 turns and area 4 centimeters suddenly removed and magnetic field. Observe that the charge is 2 into 10 raised to minus 4. So induced charge is equal to, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് induced charge Q is equal to delta phi by R. Change in flux by resistance. Induced charge is equal to delta phi by R. Minus delta phi by R. Magnitude of charge is equal to delta phi by R. Change in flux by R. ഇവിടെ പറയുന്നത് coil has 50 turns and area 4 centimeter square suddenly removed from a magnetic field. Magnetic field remove ചെയ്യപ്പെട്ടു. Then Q is equal to phi, delta phi, d phi, that is equal to dB into delta phi by R or d phi by R or d phi by R. That is equal to d of BA by R. Then Q is equal to A dB by R. That is, Q is equal to A into dB, B minus 0 by R. So Q is equal to BA by R. Therefore, B is equal to QR by A. B is equal to QR by A. Charge is equal to 2 into 10 raised to minus 4 and resistance is equal to 80 ohm and area is 4 centimeter square, 4 into 10 raised to minus 4. 10 raised to minus 4, 10 raised to minus 4 cut ചെയ്യുന്നു, 2 4 cut ചെയ്യുന്നു, 2 8 cut ചെയ്യുന്നു, 40. So B is equal to 40. Okay, ഇവിടെ number of turns, sorry, ഇവിടെ number of turns ഉണ്ട്. The coil has 40 turns. ഞാൻ വിട്ടുപോയി. What is induced charge? Induced charge is equal to delta phi by R. But the coil has n turns is equal to n delta phi by R. Okay. വേണമെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് മൈനസ് കൊടുക്കുക, മൈനസ് n delta phi by R. Then Q is equal to minus n delta phi or d phi by R. That is, Q is equal to minus n d of BA by R. ഇവിടെ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് if a coil of 40 turns and area of 4 centimeter square suddenly removed from a magnetic field. മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യപ്പെടുന്ന സമയത്ത് ഫൈനൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ 0 ആയി മാറും. സോ മൈനസ് എൻ എ ഡി ബി ബൈ ആർ, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എൻ എ ഇൻറ്റു 0 മൈനസ് ബി ബൈ ആർ. ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ മാഗ്നറ്റിക് ഫീൽഡ് 0 റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഫൈനൽ മാഗ്നറ്റിക് ഫീൽഡ് 0, ഇനീഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ബി ആയിട്ട് അസ്യൂം ചെയ്തു, ബി ബൈ ആർ. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി. സോ ക്യൂ ഇസ് ഈക്വൽ ടു എൻ എ ബി ബൈ ആർ, എൻ എ ബി ബൈ ആർ. സോ ബി ഇസ് ഈക്വൽ ടു ക്യൂ ആർ ഡിവൈഡഡ് ബൈ എൻ എ, ക്യൂ ആർ ഡിവൈഡഡ് ബൈ എൻ എ. ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു 2 into 10 raised to minus 4 and resistance is 80 divided by number of turns is 40.
and area 4 centimeter square, 4 into 10 raised to minus 4. 10 raised to minus 4, 10 raised to minus 4 cut ചെയ്യുന്നു. 80, 40, 2 times. 2, 2, 4, 4 cut ചെയ്യുന്നു. The answer is 1. So answer B. Okay. Question number 19. An infinitely long cylinder is kept parallel to a uniform magnet B directed along positive z axis. The direction induced current as seen from the z axis will be. An infinitely long cylinder kept parallel to uniform magnetic field. Along the direction of the magnetic field, flux is equal to 0. What is flux? Magnetic flux is equal to BA cos theta. If area is along the direction of the magnetic field, theta is equal to 90 degree. So flux is equal to BA cos 90, that is equal to 0. Along the direction, flux along the direction or parallel to the area, parallel to the magnetic field, theta is equal to 0 degree, theta is equal to 90 degree, then flux is equal to BA cos 90, that is equal to 0. Therefore, induced current is equal to 0. There is no change in flux. Flux is equal to 0. Therefore, induced current is equal to 0. Answer is C. Question number 20. Two coils of a mutual induction 5 millihenry. The current changes in the first coil according to equation I is equal to I0 sin omega t, where I0 is equal to 10 ampere and omega is equal to 100 pi radian per second. The maximum value of EMF in the second coil is. Two coil have mutual induction 5 millihenry. Current changes in the first coil according to the equation I is equal to I0 sin omega t. So, in case of mutual induction, induced EMF is equal to minus M di by dt. E is equal to minus M di by dt. That is, E is equal to minus M d of, here I is given, I is equal to I0 sin omega t. I0 sin omega t by dt. So induced EMF is equal to minus M d of I0 sin omega t. I0 sin omega t differentiate ചെയ്യുമ്പോൾ I0 പുറത്തെടുത്തു minus M I0. What is differentiation of sin omega t? Omega cos omega t. Minus M I0 omega cos omega t is equal to E. Then maximum induced EMF is equal to ഏതായിരിക്കും? കോസിന്റെ പുറത്തുള്ള വാല്യൂ ആയിരിക്കും. So maximum induced EMF is equal to M I0 omega. Maximum induced EMF is equal to M I0 omega. That is equal to M 5 millihenry. 5 into 10 raised to minus 3. I0 10 ampere. 10. And value omega 100 pi radian per second. Omega is 100 pi. The moon is 0, 10 raised to minus 3 cut ചെയ്തു പോയി. So that is equal to 5 pi. So E max is equal to 5 pi. Answer is B. Question number 21. 3 solenoid coils, same dimension, same number of turns and same number of layers of winding are taken. Coil 1 with inductance L1 as wound using a magnet wire of resistance 11 ohm. Meter is to minus 1. Coil 2 with inductance L2 is wound using the similar wire, but the direction of winding was reversed in each layer. Reversed in each layer ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റ് ഫീൽഡ് 0 ആയി മാറും, ഫ്ലക്സ് 0 ആയി മാറും. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ 0. L2ന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എത്രയായി മാറും? 0 ആയി മാറും. ഓക്കെ, L2 is equal to 0. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലക്സ് 0 ആയിരിക്കും. L2 is equal to 0. Winding in reverse direction, L2 is equal to 0. And coil 3 with inductance L3 was wound using superconducting wire. The self inductance of the L1, L2, L3. അപ്പോൾ സെയിം നമ്പർ ഓഫ് ടേൺസ് ആണ്, സെയിം നമ്പർ ഓഫ് ലെയേഴ്സ് ആണ്. അപ്പോൾ 3 സോളിനോയിഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ടേൺസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സോളിനോയിഡ് എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി സോളിനോയിഡ് L is equal to mu0 n square A by L. അത് നമ്പർ ഓഫ് ടേൺസിനും ഏരിയയും ലെങ്ത്തിനുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. L is equal to mu0 n square A by L ആണ്.
രണ്ട് കേസിൽ L1ഉം L2ൻ്റെയും എന്താണ് L1 L3 നമ്പർ ഓഫ് ടേൺസ് സെയിം ആണ്, ഏരിയ സെയിം ആണ്. സോ L1 ഈസ് ഈക്വൽ ടു L3 ആണ്. പക്ഷേ L2 0 ആയി മാറുന്നത് എന്തുകൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ ബട്ട് ദ ഡയറക്ഷൻ ഓഫ് ബൈൻഡിങ് വാസ് റിവേഴ്സ്ഡ് ഇൻ ഈച്ച് ലെയർ. ഓരോ ലെയറിലും ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആണെങ്കിൽ L1 L2 ഈസ് ഈക്വൽ ടു 0. സോ ആൻസർ L1 is equal to L3 and L2 is equal to 0. Answer is C. L1 is equal to L3 and L2 is equal to 0. Question number 22. If the coefficient of mutual induction of the primary and secondary coil of an induction coil is 5 Henry and current of 10 ampere is cut off in 5 × 10 raised to minus 4 second, the EMF induced. EMF E is equal to, in case of mutual induction, minus M di by dt. Induced EMF is equal to minus M di by dt. Then E is equal to minus into mutual induction M is 5 Henry, 5 into change in current 10 ampere, cut off 10 minus 0 by time 5 into 10 raised to minus 4. Okay. So induced EMF is equal to minus 5 into 10 minus 0 into 5 into 10 raised to minus 4. That is equal to 5 into 10 divided by 5 into 10 raised to minus 4. 5 cut edu. Answer 10 into 10 raised to 4. That is equal to 1 into 10 raised to 5. Answer is B. Question number 23. Coefficient of coupling between two coils of self-inductance L1 and L2 is unity, then means. So mutual induction M is equal to K root L1 L2. In case of coupling two coils, mutual induction M is equal to K L1 L2. If K is equal to 1, for an ideal coupling, K is equal to 1. 100% flux of L1 is linked with L2. Answer is B. Question number 24. A generator at a unity company produces 100 ampere of current at 4000 volt. The voltage is stepped up to 240,000 volt by a transformer before it is sent on a high voltage transmission line. The current in the transmission line is. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. വോൾട്ടേജ് ഇസ് ഗിവൺ, കറണ്ട് കണ്ടെത്തണം. അപ്പോൾ ഇക്വേഷൻ ഫോർ എൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. ദാറ്റ് ഈസ് VI is equal to, or VP IP is equal to VS IS. Power is equal to voltage into current. So VP IP is equal to VS IS. So primary voltage is given 4000 volt and primary current is equal to 100 and secondary voltage is given 240,000 into IS. Two cut ചെയ്തു. VP 4000, I 100, VS 240000, 30 cut ചെയ്തു, 10 cut ചെയ്തു, then 40 is equal to 24 into IS. So IS is equal to 40 divided by 24. Answer nearly 1.6 something. Okay. Question number 25. A series LCR circuit contains inductance of 5 millihenry, capacitance 2 microfarad and resistance 10 ohm. If a frequency AC source is varied, what is the frequency at which maximum power is dissipated? So for maximum power or maximum current, then frequency is equal to 1 by 2 pi into root LC.
ന്യൂ ഫ്രീക്വൻസി, റെസൊണൻറ്റ് ഫ്രീക്വൻസി, മാക്സിമം കറണ്ട് ഒരു LCR സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യപ്പെടുന്നു, മാക്സിമം പവർ ഫ്ലോ ചെയ്യപ്പെടുന്ന സമയത്ത് ഫ്രീക്വൻസി, റെസൊണൻസ് ഫ്രീക്വൻസി ന്യൂ is equal to 1/2π root LC. So ന്യൂ is equal to 1/2π into root L, 5 into 10⁻³ into C, 2 into 10⁻⁶. That is nu is equal to 1/2π into root 5 into 200, 100 into 10⁻⁹. Sorry, 10 into 5 into 2, 10 into 10⁻⁹. That's equal to 1/2π into root 10⁻⁸. That is equal to 10⁴ divided by 2π. That is equal to 10 into 10⁻³ divided by 2π. That is equal to 5 into 10⁻³ divided by pi. The answer is D, 5/π into 10⁻³ ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ
ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ Next one, question number 26. A hot wire ammeter reads 10 ampere in an AC circuit. The peak value of the current will be. Ammeter reads RMS value. So I RMS is equal to I0 by root 2. That is 10 ampere. 10 is equal to I0 by root 2. Therefore, I0 is equal to 10 root 2. Answer is C, 10 root 2 A. Question number 27. In an AC circuit, V and I are given. V is equal to 150 sin 150 T and volt. I is equal to 150 sin 150 T plus 5 by 3 ampere. The power dissipated in the circuit is. So, power in AC circuit, power is equal to VRMS IRMS cos phi. Power is equal to VRMS IRMS cos phi. So, here V is 150 sin 50 T. So, VRMS is equal to, or VRMS V0 by root 2 into I0 by root 2 into cos phi. That is equal to V0 I0 by 2 cos phi. Power is equal to VRMS IRMS cos phi. That is equal to V0 by root 2 into I0 by root 2 cos phi. That is equal to V0 I0 by 2 cos phi. That is power is equal to V0 150. I0 150 by 2 into cos phi, phase difference. ഇവിടെ വോൾട്ടേജ് സൈൻ 150 t ആണ്, ഇവിടെ കറണ്ട് 150 t plus pi by 3 ആണ്. സോ phase difference is pi by 3. So cos pi by 3, cos 60. So power is equal to 150 into 150 divided by 2 into 1 by 2. That is equal to 75 into 75. That is equal to 5625 watt. Answer is B. Question number 28. The initial phase angle of for I is equal to 10 sin omega t plus 8 cos omega t is. അപ്പോൾ ഇവിടെ ഒരു ഫേസ് കണ്ടെത്തണം. 10 sin omega t plus 8 cos omega t. ഇപ്പോൾ ഇവിടെ I ഞാൻ ഇങ്ങനെ പറയാം. I is equal to cos phi sin omega t plus sin phi cos omega t. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ വരുമ്പോൾ നമ്മൾ ഫേസ് കണ്ടെത്താൻ വേണ്ടി ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ ടേം കോസ് ഫൈ ആയി മാറും, ഈ ടേം സൈൻ ഫൈ ആയി മാറും. Therefore, I is equal to sin A cos B plus cos A sin B. That is equal to sin omega t plus phi. ഓക്കെ, അപ്പോൾ ഇവിടെ ഫേസ് ഡിഫറൻസ് നമ്മൾ കണ്ടെത്തി ഫൈ. അപ്പോൾ ഇങ്ങനെ ഒരു ടേം വരുമ്പോൾ ഈ ടേം സൈൻ്റെ കൂടുതൽ ടേം കോസ് ഫൈയും കോസിൻ്റെ ടേം സൈൻ ഫൈ ആയി മാറും. സോ ഹിയർ കോസ് ഫൈ ഈസ് ഈക്വൽ ടു 10 ആൻഡ് സൈൻ ഫൈ ഈസ് ഈക്വൽ ടു 8. Cos phi is equal to 10 and sin phi is equal to 8. Therefore, tan phi is equal to 8 by 10. Sin phi by cos phi, tan phi. Sin phi by cos phi is equal to 8 by 10. Tan phi is equal to 8 by 10. That is tan phi is equal to 5 by 4. Then phi is equal to tan inverse 5 by 4. Phi is equal to tan inverse 5 by 4. Answer is B. Question number 29. The maximum value of AC voltages in a circuit is 707 volt, the RMS value. So VRMS is equal to V0 by root 2. V0 is the maximum voltage. So V0 is equal to VRMS into root 2. That is V0 is equal to VRMS is 707
VRMS is equal to V0 by root 2. Then, sorry, VRMS is equal to V0 is 707 by root 2. Okay. VRMS is equal to V0 by root 2. V0 is given 70 by root 2. That's equal to 707 into 1 by root 2 is 0.7. That is nearly equal to 9049. 4990 by 9 nearly equal to 500. So answer is C. VRMS is equal to V0 by root 2. V0 is 707 by root 2. That's equal to 707 into 0.7. .9. That is equal to 500. Sorry, I calculated a mistake on the VRMS is equal to V0 by root 2. That is equal to 707 by root 2. That's equal to 707 into 1 by root 2, 0.7. That is equal to 4949. 494.9. That nearly equal to 500. So answer is C. Question number 30. The average power dissipated in an AC circuit is 2 watt. If a current flowing through a circuit is 2 ampere, impedance is 1 ohm. What is the power factor of the AC circuit? So here average power is given 2 watt. Current flowing through circuit is 2 ampere and impedance is 1. Then power is equal to VRMS IRMS cos phi, or power is equal to IRMS square Z cos phi, IRMS square Z cos phi, or power is equal to VRMS square by Z cos phi. Power is equal to VRMS IRMS cos phi, or power is equal to I square Z cos phi, or VRMS square Z by cos phi. So here power is equal to 2 watt and IRMS is equal to 2 square in Z is 1 into cos phi. Therefore, cos phi is equal to 2 by 4 and cos phi is equal to 1 by 2. So phi is equal to, cos phi is equal to 1 by 2, that's equal to 0.5. Cos phi means power factor. Therefore, power factor is equal to 0.5. So, we will the power factor. Power factor cos phi. Cos phi is equal to 2 by 4. That is equal to 1 by 2. That is equal to 0.5. So, power factor is equal to 0.5. Question number 31. PQ and RS are long parallel conductors separated by a distance. M is the midpoint between them. Then net magnetic field at M is B. Now the current 2 ampere is switched off. The field at M now becomes. In this case, 2 ampere current on flow. This is 1 ampere current on flow. First case, PQ and RS. M is the midpoint between them. The net magnetic field at M is B. ഇവിടെ ഉണ്ടാവുന്ന നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബി ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ നമ്മൾക്കിത് കണ്ടെത്തണം. ഈ പോയിന്റിൽ ഇവിടെ കറണ്ട് സെയിം ഡയറക്ഷനാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ് ഇയാൾ തരിക, ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. സോ B1 ഈസ് ഈക്വൽ ടു μ0 by 4 pi 2I1 by, ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്, ബൈ എക്സ്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് മിഡ് പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. B1 ഈസ് ഈക്വൽ ടു μ0 by 4 pi 2I1 by x. B2 ഈസ് ഈക്വൽ ടു μ0 by 4 pi 2I2 by x. ഈ പോയിന്റിൽ നിന്ന് മിഡ് പോയിന്റ് ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് നോക്കുക. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് മൂവ് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ് തരിക. ഇവിടെ ഇൻ, ഇവിടെ കറണ്ട് അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഈ സൈഡിൽ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് തരിക. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്. അപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഇവിടെ കിട്ടുക ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു B1 മൈനസ് B2. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 by 4 pi 2 by x into I1 മൈനസ് I2. ഓക്കെ, ജനറലായി ഞാൻ പുറത്തെടുത്തു μ0 by 4 pi 2 by x I1 മൈനസ് I2.
So that magnitude is B. അത് നമ്മൾ B ആയിട്ട് assume ചെയ്യുന്നു. B is equal to mu 0 by 4 pi 2 by x into I1 minus I2. 2 minus 1. 2 and 1. 2 minus 1. That is B is equal to mu 0 by 4 pi 2 into 2 by x. Mu 0 by 4 pi 2 into 2 by x. Equation number 1. ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന ഈ സെൻട്രൽ ഉണ്ടാവുന്ന നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. പിന്നീട് പറയുന്നത് now the current 2 ampere is switched off. ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നില്ല. then the field at M, ആ മിഡ് പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇയാൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. ഈ 1 ആംപിയർ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാത്രമേ ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടൂ. സോ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഡാഷ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു. mu 0 by 4 pi 2 I2 by x. ഇവിടുത്തെ ഡിസ്റ്റൻസ് 2 I2 by x. I2 is 1 ampere. So B dash is equal to mu 0 by 4 pi 2 into 1 by x. So B dash is equal to mu 0 by 4 pi 2 by x ആണ്. ഇവിടെ mu 0 by 4 pi 4 by x ആണ്. Therefore B dash by B is equal to 2 by 4. ഇവിടെ 2 by x ആണ്. ഇവിടെ 2 into 2 4 by x ആണ്. So B dash by B is equal to 2 by 4, that's equal to 1 by 2. So B dash is equal to B by 2. Answer is C. B dash is equal to B by 2. Question number 32. A magnetic field at the center of the circular coil of radius R due to I flowing through it is B. The magnetic field at a point along the axis at a distance R from the center is. Magnetic field at the center. B is equal to mu 0 by 4 pi 2 pi I by R. Then on the axis of the circular coil, magnetic field is equal to mu 0 by 4 pi 2 pi I x by R square plus x square all raised to 3 by 2. ഇതാണ് ഒരു സർക്കുലർ കോയിൽ along the axis. ഈ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആർ ബി ദ റേഡിയസ്. along the axis magnetic field is equal to mu 0 by 4 pi 2 pi x by r square plus x square all raised to 3 by 2. ഇവിടെ പറയുന്നത് the magnetic field at a point along the axis at a distance r from the center. അവിടെ ഡിസ്റ്റൻസ് r ആണ്. So x is equal to r ആണ്. So magnetic field along the axis is equal to mu 0 by 4 pi 2 pi I r by r square plus r square all raised to 3 by 2. That is B axis is equal to mu 0 by 4 pi 2 pi I by r 2 r square all raised to 3 by 2. 2 pi I r by 2 r square all raised to 3 by 2. That is B axis is equal to mu 0 by 4 pi 2 pi I r or divided by 2 raised to 3 by 2 into r square into 3 by 2. That is B axis is equal to B axis is equal to mu 0 by 4 pi 2 mu 0 by 4 pi IR divided by 2 root 8 into R cube.
r cube, r square cut ചെയ്തു, r square, then b axis is equal to mu 0 by 4 pi I divided by root 8 into r square. So b axis is equal to b by root 8. Answer is C, b by root 8. Question number 33. The magnetic moment of a bar magnet is M. The work done to turn the magnet by 90 degree of the magnet in the direction of the magnet field B will be. So work done W is equal to MB cos theta 1 minus cos theta 2. That is, work done is equal to MB into cos 90 minus cos 0. So work done is equal to MB into 1. So work done is equal to MB. So answer is MB, D. Question number 34. An area of 0.5 meter square is situated in a uniform magnetic field of 4 Weber per meter raised to minus 2, making an angle of 60 degree with the field. The magnetic flux linked with the area would be. ഇവിടെ 60 degree normal to the magnet field ആണ്. So flux is equal to BA cos 60. That is, flux is equal to BA into 1 by 2. The magnetic field is 4 into area is 0.5 into 1 by 2. That is equal to 2 into 1 by 2. That is equal to 1. Answer 1 Weber. Question number 35. An EMF is equal to 4 cos 100t volt is applied to an LR circuit of inductance 3 Henry and resistance is 4 ohm. The amplitude of the current in the coil is. So here induced EMF is equal to 4 cos 100,000 t. That is, induced EMF general form is equal to E0 cos omega t. So here E0 is equal to 4 and omega is equal to 1000. Then current, amplitude current, that is I0 is equal to E0 by Z. ഒരു കോമ്പിനേഷൻ ആണ്, എല്ലാവർക്കും കോമ്പിനേഷൻ ആണ്. സോ I0 is equal to E0 by 2. E0 by Z, sorry, I0 by Z. Z is equal to root of R square plus XL square. That is equal to root of R square plus L omega or square. Z is equal to root of R square plus XL square. That is equal to root of R square plus L omega or square. That is, Z is equal to root of R for 4 square plus L, 3 millihenry, 3 into 10 raised to minus 3 into omega is 1000 or square. That is, Z is equal to root of 4 square plus 3 square. That is equal to 5. Therefore, maximum current I0 is equal to E0 by Z. Here E0 is equal to 4 and Z is equal to 5. So I0 is equal to 4 by 5. That is equal to 0.8 ampere. Answer is D, 0.8 ampere. Question number 36. A current I is flowing through a loop. The direction of the current and the shape of the loop are shown in figure. ഇവിടെ the magnetic field at the center of the loop is mu 0 I r times MA is equal to R. MA. Here radius is R and MB is equal to 2R. ഇതിൻ്റെ radius 2R ആയിട്ട് കൺസിഡർ ചെയ്യണം. MB is equal to 2R.
ഇപ്പം ഇങ്ങനെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ 90 ആംഗിളാണ് കട്ട് ചെയ്യുന്നത്. ഈ ലൂപ്പിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് ഇങ്ങനൊരു ലൂപ്പിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനൊരു ലൂപ്പിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് കവർ ചെയ്യുന്നത്, ഇത് ട്രേസ് ചെയ്യുന്ന ആംഗിൾ മനസ്സിലായിട്ടുണ്ടാവും, 270 ആണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇത് ട്രേസ് ചെയ്യുന്ന ആംഗിൾ 270 ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് സർക്കുലർ കോയിൽ, ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നത്. B1 ഈസ് ഈക്വൽ ടു μ0/4π θ I by r. That is B1 is equal to μ0/4π theta 270. That is equal to 2 pi by 3 by r. So B1 is equal to μ0/4π 2 pi by 3 r. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ക്ലോക്ക് വൈസിലാണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും. സോ B1 is equal to μ0/4π 2 pi by 3 r. നെക്സ്റ്റ് വൺ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സെക്കൻഡ് ലൂപ്പ്. ഇതാണ് നമ്മൾ സെക്കൻഡ് ലൂപ്പ്. അതിൽ കറണ്ട് ഈ ഡയറക്ഷനാണ് ഫ്ലോ ചെയ്യുന്നത്. സെക്കൻഡ് ലൂപ്പ് അത് കവർ ചെയ്യുന്ന ആംഗിൾ ഇതാണ് സെക്കൻഡ് ലൂപ്പ്. സെക്കൻഡ് ലൂപ്പ് കവർ ചെയ്യപ്പെടുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, π/2. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സെക്കൻഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0/4π π/2 I by r. r റേഡിയസ് 2r ആണ്. π/2 I by 2r. ഇയാൾ റേഡിയസ് 2r ആണ്. ക്വസ്റ്റിൽ തന്നെ റേഡിയസ് ഓഫ് ദി സെക്കൻഡ് ലൂപ്പ് ഈസ് 2r. സോ ഹിയർ B2 is equal to μ0/4π π/2 I by 2r. അവിടെ കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഈ ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇൻ. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B is equal to B1 plus B2. Total magnetic field B is equal to B1 plus B2. That is B is equal to μ0/4π ത്രീ പൈ ബൈ 270 ഡിഗ്രി. സോറി, ഇവിടെ 3π/2. ഇത് ട്രേസ് ചെയ്യുന്ന ആംഗിൾ 270 ആണ്. അപ്പോൾ 3π/2 μ0/4π 3π/2 by r in. B2 is equal to μ0/4π π/2 I by 2r in. So net magnetic field is equal to μ0/4π 3π/2 I by r plus π/2 I by 2r. That is B is equal to μ0/4π π/2 I by r പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ 3 plus 1/2. π കട്ട് ചെയ്ത് പോയി. Then B is equal to μ0 I by 8r into 5/2. That is B is equal to μ0 5 μ0 I by 16r.
So that is the answer. Final answer B is equal to 5 mu 0 I by 16 R. Question number 36. Choice is answer 5 by 16. What of the magnitude? 5 by 16 into the plane of the paper. Net magnitude in the answer. So into the plane of the paper. Question number 37. A solenoid of length 1 meter has a radius of 1 centimeter and has a total of 1000 turns on it. It carries a current of 5 ampere. An electron were to move with a speed of 10 raised to 4 meter per second along the axis of the current carrying solenoid. The force experienced by this electron is. Solenoid of length 1 meter has a radius of 1 centimeter and total 100 turns. It carries a current of 5 ampere. Then magnetic field B is equal to mu 0 Ni by L. Magnetic field due to solenoid B is equal to mu 0 Ni by L. That is equal to mu 0 into number of turns is 1000 into I 5 ampere by length 1 meter. So magnetic field B is equal to 5000 mu 0. Okay. The electron were to move with a speed of 10 raised to 4 meter per second along the axis. Along the axis of the current carrying solenoid. Along the axis, force is equal to BQV sine 0, that is equal to 0. Along the axis, force is equal to BQV sine 0, that is equal to 0. Answer is C. Question number 38. A proton of mass m and charge q is moving in a plane with kinetic energy E. If there exists a uniform magnitude B perpendicular to the plane of the motion, the portion will be moved in a circular path of radius r. We will direct to start answer B, 2 em by qb. So radius of the circular path is equal to 2 em by qb. Answer is B. Question number 39. An electron and a proton were moving a straight parallel path with the same velocity. They enter a semi-infinite region of a uniform magnetic field perpendicular to the velocity. Which of the following statements are true? They will never come out of the magnetic field region. They will come out of at different times. They will come out of the same time. None of this. Then an electron or a charged particle on straight parallel with the same velocity, they enters a semi-infinite long uniform magnetic field perpendicular to the velocity. Then it produces centripetal force, that is mv square by r is equal to bqv. mv square by r is equal to bqv. Then mv by r is equal to bq, that is m omega is equal to v by r is equal to omega, m omega is equal to bq, then omega is equal to bq by m, omega is 2 pi by t, 2 pi by t is equal to bq by m, then time is equal to bq by 2 pi m. So t proportional to 1 by m. So time period of electron is greater than time period of proton, because mass of electron is less than mass of proton. Therefore, time period of electron is greater than time period of proton. So therefore they will come out different times. Answer is B. Question number 40. A proton and a deuteron with the same initial kinetic energy enter a magnetic field in a direction perpendicular to the direction of the field. The ratio of the
radius of the circular trajectory described by them is. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ,
പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ലേ? So here RP by RD is equal to root RP by RP is equal to root MP by MD. That is equal to RP by RD is equal to proton and neutron 1/2. So RP by RD is equal to 1/√2. Answer 1:√2. Question number 41. A square coil of size 10 cm has 20 turns and carries a current of 12 ampere. The coil is suspended vertically and the normal to the plane of the coil makes an angle theta with the direction of uniform horizontal magnetic field 0.02 Tesla. The torque experienced by the coil. Torque due to current carrying coil, tau is equal to NBIA sin theta. So square loop of size 10 cm and 20 turns and carries a current of 12 ampere. And torque is given 0.96. Number of turns is given 20. Magnetic field is 0.8 Tesla. And current 12 ampere. Area, the square loop of side 10 cm. So area is equal to 10 into 10 into 10 raised to -4 into sin theta. Point 0.96. 1.2. 1.2 12 10. So sin theta is equal to 1/20 into 10 into 10 into 10 raised to -4. That's equal to 1/2 into 10 raised to -1. Sorry, 1/2. Sin theta is equal to 1/2. Then theta is equal to pi/6. Answer is D. Question number 42. At a place, the angle of dip is 60 degree and the horizontal component of the Earth's magnetic field is BH is 0.8 × 10⁻⁴ Tesla. The Earth overall magnetic field is. So BH is equal to B cos theta. So BH is given 0.2 into 10, 0.8 into 10⁻⁸ -4. That is equal to B into cos 60. For B is equal to 0.8 into 10⁻⁴ divided by cos 60. That is equal to 0.8 into 10⁻⁴ by 1/2. That is equal to 1.6 into 10⁻⁴ Tesla. So B is equal to 1.6 into 10⁻⁴ Tesla. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.
റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ,